നിലവിൽ 2021 എത്തുമ്പോൾ അല്ലെങ്കിൽ 2025 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും BJP അവിടെ സ്വാധീനിക്കാൻ പോകുക എന്നുൾപ്പെടെ അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നിലമ്പൂരിലെ വോട്ട് ഷെയർ എന്താണെന്ന് അറിയണം, വോട്ടിന്റെ ശതമാനം എന്തെന്ന് അറിയണം. ഇതാണ് നിലവിൽ നമ്മൾ കാണുന്ന സ്ക്രീനിൽ നമുക്ക് കണക്കുകൾ കാണാം. LDF-ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 46.9% വോട്ടാണ് PV അൻവറിലൂടെ നേടാനായിരിക്കുന്നത്. അതായത് 46.9%. നോക്കൂ, UDF തൊട്ട് താഴെ തന്നെയുണ്ട്, 45.3%. അതായത് വലിയ വ്യത്യാസമില്ല, നേരിയ തൊട്ടടുത്ത് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ നമുക്ക് പറയത്തക്ക വണ്ണത്തിലാണ് അവിടെ ആ മത്സരം കാഴ്ചവെച്ചിരിക്കുന്നത്. NDA അവിടെ 4.9% വോട്ട് NDAയ്ക്കുണ്ട് എന്നുള്ളിടത്താണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമോ, BJP സ്ഥാനാർത്ഥി ഇല്ലാതായിട്ടുണ്ടെങ്കിൽ BJPക്കായിട്ട് കുറിച്ചുവെടിക്കുന്ന വോട്ട് ആരുടെ പെട്ടിയിൽ പോകുമെന്നുള്ളതിൽ ഏറ്റവും കൗതുകം ഉണ്ടാവുക, ആകാംക്ഷ ഉയരുകയും ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ വോട്ട് നിർണായകമാണെന്നതിൽ സംശയമില്ല. 2021 രാഷ്ട്രീയ കാലാവസ്ഥയല്ല, 2025 ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിൽ എന്നും നമുക്കറിയാം. എങ്കിൽ പോലും നിലവിൽ ശക്തമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ, വോട്ട് ശതമാനത്തിന്റെ കാര്യത്തിൽ നിലമ്പൂരിലുള്ളത് എന്നുള്ളതാണ് അവിടുത്തെ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൂടി ഏറ്റവും നിർണായകമാകും ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലം എത്തുമ്പോൾ.